പതിവ് പോലെ ജോലിക്കായി വീട്ടിൽ നിന്നിറങ്ങിയവർ. കൃത്യസമയത്ത് പഞ്ച് ചെയ്ത് സ്വന്തം സീറ്റിലിരുന്ന് കമ്പ്യൂട്ടറിന്റെ പാസ്വേഡ് അടിച്ച് സൈനപ്പ് ചെയ്ത് ജോലി തുടങ്ങുവാൻ ഭാവിക്കവേ കമ്പനിയുടെ മെയിൽ ID-യിൽ നിന്ന് ഇൻബോക്സിൽ വന്ന മെയിൽ വായിച്ചവർ ഞെട്ടി. നിങ്ങൾ ഇതുവരെ കമ്പനിക്ക് ചെയ്തു തന്ന എല്ലാ സേവനങ്ങൾക്കും നന്ദി. ഇന്നു മുതൽ നിങ്ങളുടെ സേവനങ്ങൾ കമ്പനി അവസാനിപ്പിച്ചിരിക്കുകയാണ്. നന്മകൾ നേരുന്നു. വെള്ളിടി വെട്ടിയതുപോലെ തരിച്ചു നിൽക്കുവാനേ ആ ജോലിക്കാർക്ക് സാധിച്ചുള്ളൂ. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കണ്ട കൂട്ടത്തോടെ പിരിച്ചുവിട്ട ജോലിക്കാരുടെ ചിത്രം. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന IT സ്റ്റാർട്ടപ്പ് കമ്പനിയായ ടാൽ റോപ്പിൽ നിന്ന് 300ഓളം ജീവനക്കാരെയും കോറോ ഹെൽത്ത് കമ്പനിയിൽ നിന്ന് 900 പേരെയുമാണ് പിരിച്ചുവിട്ടത്. കേരളം അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ തൊഴിൽ പ്രതിസന്ധി. ഇത്രയും അധികം ജോലിക്കാരെ ഒറ്റയടിക്ക് പിരിച്ചുവിടുവാൻ കമ്പനിയെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? AI-യുടെ കടന്നു കയറ്റമാണ് ഒറ്റ വാക്കിലുള്ള മറുപടി. സമീപ ഭാവിയിൽ AI മൂലം നല്ലൊരു ശതമാനം പേർക്കും ജോലി നഷ്ടമാവുകയും ജോലി ലഭിക്കാതെ വരികയും ചെയ്തേക്കാം എന്നാണ് കണക്കുകൾ. കേരളത്തിലെ IT മേഖലയെ വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് AI-യുടെ കടന്നുകയറ്റമെന്നും അത് അനേകരുടെ തൊഴിൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും തൊഴിൽ ഇല്ലാതാക്കുകയും ചെയ്യുന്നുവെന്ന ആരോപണങ്ങൾ ഉയരുമ്പോൾ യഥാർത്ഥത്തിൽ AI വില്ലനാണോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. AI-യെ നാം എന്തിനു ഭയക്കണം? എത്രത്തോളം ഭയക്കണം? നമ്മുടെ അത്തരം ഭയങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? AI മനുഷ്യനെ അപ്രസക്തമാക്കുമോ? മനുഷ്യന് പകരം വയ്ക്കുവാൻ കഴിയുന്ന ഒന്നായി മാറും? ഷെക്കേന ന്യൂസിന്റെ ഈ ആഴ്ചയിലെ ന്യൂസ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇതുപോലെ ഒരു കൂട്ട പിരിച്ചുവിടൽ ആദ്യത്തെ സംഭവമാണ്. പക്ഷേ വർത്തമാനകാലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ആഗോള വ്യാപകമായി ഇത്തരം കൂട്ട പിരിച്ചുവിടലുകൾ സാധാരണമായി കഴിയും. പിരിച്ചുവിടലിന്റെ ഏക കാരണം AI അല്ല. സാമ്പത്തിക മാന്ദ്യം മുതലുള്ള പല കാരണങ്ങളിൽ ഒന്ന് AI ആകുന്നുവെന്നു മാത്രമേയുള്ളൂ. സമീപകാലത്ത് 2023 വൻതോതിലുള്ള ഒരു കൂട്ട പിരിച്ചുവിടലിന്റെ ഞെട്ടിക്കുന്ന വാർത്ത നമ്മെ തേടി വന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ട പിരിച്ചുവിടലായിരുന്നു അത്. 12,000 ജീവനക്കാരെ ഗൂഗിൾ പിരിച്ചുവിട്ടതായിരുന്നു ആ വാർത്ത. ഗൂഗിൾ CEO സുന്ദർ പിച്ചെ ഇത് സംബന്ധിച്ച് ജോലിക്കാർക്ക് നൽകിയ വിശദീകരണത്തിൽ പറഞ്ഞത്, കോവിഡ് കാലത്തെ വളർച്ച ദീർഘകാലം തുടരുമെന്ന പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ നിയമനം നടത്തിയതെന്നും സാമ്പത്തിക സാഹചര്യങ്ങൾ മാറിയതിനാൽ കഠിനമായ ഈ തീരുമാനം നടപ്പിലാക്കേണ്ടി വന്നു എന്നുമായിരുന്നു. 2020-22 കാലഘട്ടത്തിൽ കോവിഡ് മഹാമാരി മൂലം ലോകമെമ്പാടും ഡിജിറ്റൽ സേവനങ്ങളുടെ ഉപയോഗം വൻതോതിൽ വർദ്ധിച്ചപ്പോൾ ആളുകൾ വീടുകളിലിരുന്ന് ജോലി ചെയ്യുവാനും പഠിക്കുവാനും ആരംഭിച്ചതോടെ ഗൂഗിൾ സെർച്ച്, യൂട്യൂബ്, ഗൂഗിൾ ക്ലൗഡ് തുടങ്ങിയ സേവനങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചിരുന്നു. ഭാവിയിലും ഈ വളർച്ച തുടരുമെന്നായിരുന്നു കമ്പനിയുടെ പ്രതീക്ഷ. അതനുസരിച്ച് ഗൂഗിൾ വൻതോതിൽ പുതിയ ജീവനക്കാരെ നിയമിച്ചു. പക്ഷേ കോവിഡ് അവസാനിച്ചതോടെ കാര്യങ്ങൾ പഴയ അവസ്ഥയിലാണ്. അതോടെ കമ്പനി നടത്തിയ അമിത നിയമനങ്ങൾ കമ്പനിക്ക് അധിക ചെലവായി മാറുകയും അവയ്ക്ക് പരിഹാരമായി പുതുതായി എടുത്ത ജോലിക്കാരെ പിരിച്ചുവിടുകയും ചെയ്തു. മെറ്റയാണ് ഗൂഗിളിനെ പോലെ ഇത്തരത്തിലുള്ള കഠിനമായ തീരുമാനമെടുത്ത മറ്റൊരു കമ്പനി. നമുക്കറിയാവുന്നതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ കമ്പനികളിൽ ഒന്നാണ് മെറ്റ. ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും വാട്സ്ആപ്പ്, മെസ്സഞ്ചർ എന്നിവയുടെയും മാതൃ കമ്പനി. 2022 നവംബറിൽ 11,000 ജീവനക്കാരെയും 2023 മാർച്ച്, മെയ് മാസങ്ങളിലായി 10,000 ജീവനക്കാരെയുമായി ആകെ 21,000-ലധികം ജീവനക്കാരെയാണ് മെറ്റ ഒറ്റയടിക്ക് പുറത്താക്കിയത്. ഇവിടെയും ഇത്രയും ജോലിക്കാരെ പിരിച്ചുവിടുവാനുള്ള ഏക കാരണം കോവിഡ് കാലത്തെ അമിത നിയമനം തന്നെയായിരുന്നു. മൈക്രോസോഫ്റ്റ്, ആമസോൺ എന്നിവയും ചരിത്രത്തിലെ ഏറ്റവും വലിയ പിരിച്ചുവിടലുകൾ നടത്തിയിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് 10,000-ലധികം പേരെയും ആമസോൺ 27,000 പേരെയുമാണ് പുറത്താക്കിയത്. മേൽപ്പറഞ്ഞ പിരിച്ചുവിടലുകളുടെ കാറ്റ് ഇന്ത്യയിലേക്ക് വീശിയപ്പോൾ കൂട്ടത്തോടെ ജോലിക്കാരെ പിരിച്ചുവിടുവാൻ ഇന്ത്യയിലെ നിരവധി കമ്പനികളും പ്രേരിപ്പിക്കപ്പെട്ടു. ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ച നേരിട്ട ബൈജൂസ് വിവിധ ഘട്ടങ്ങളിലായി 15,000-ലധികം ജീവനക്കാരെയും പേടിഎം 1,000-ലധികം ജോലിക്കാരെയും പിരിച്ചുവിട്ടിട്ടുണ്ട്. വിപ്രോയും ഇൻഫോസിസും പോലെയുള്ള കമ്പനികൾ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ജീവനക്കാരുടെ എണ്ണം വൻതോതിൽ കുറയ്ക്കുകയും ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് പരിമിതപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് കേരളത്തിലും പിരിച്ചുവിടൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് ടെക്നോപാർക്ക്, ഇൻഫോപാർക്ക് കമ്പനികൾ 2023 മുതൽ 2025 വരെയുള്ള കാലയളവിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി 3,000-ലധികം പേരെ പിരിച്ചുവിടുകയുണ്ടായി. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ആഴ്ച സംഭവിച്ച കോറോയിലെയും ടാൽ റോപ്പിലെയും പിരിച്ചുവിടലുകൾ. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം, ചെലവ് നിയന്ത്രണം, ബിസിനസ് പുനഃസംഘടന, ഡിജിറ്റൽ പരസ്യ വരുമാനത്തിലെ ഇടിവ്, നിക്ഷേപകരുടെ സമ്മർദ്ദം എന്നിങ്ങനെ പല കാരണങ്ങളാണ് മേൽപ്പറഞ്ഞ കമ്പനികളെല്ലാം പിരിച്ചുവിടലുകൾക്ക് വിശദീകരണമായി നൽകിയിരിക്കുന്നത്. അവയിലെ ഒരു കാരണം മാത്രമാണ് AI.
ആവർത്തിച്ച് പറയട്ടെ, വിവിധ കാരണങ്ങളിൽ ഒന്ന് മാത്രം. അതുകൊണ്ട് തന്നെ AI മൂലം ജോലി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയാണെന്ന് പറയാനാകും. എന്നാൽ കൃത്രിമ ബുദ്ധിയിലേക്ക് ശ്രദ്ധ കൊടുത്തതുമൂലം പല വിഭാഗം ആളുകൾക്കും ജോലി നഷ്ടമായി എന്നതും വാസ്തവമാണ്. പിരിച്ചുവിടൽ ഏറ്റവും അധികം ബാധിക്കപ്പെട്ട വിഭാഗങ്ങൾ റിക്രൂട്ട്മെന്റ് ടീമുകൾ, ഹ്യൂമൻ റിസോഴ്സസ്, ബിസിനസ് സപ്പോർട്ട്, പ്രോജക്ട് മാനേജ്മെന്റ്, സാങ്കേതികേതര പിന്തുണ വിഭാഗം എന്നിവയിലെ ജീവനക്കാരെയാണ്. അതിവേഗ വളർച്ചയുടെ കാലത്ത് നടത്തുന്ന നിയമനങ്ങൾ ദീർഘകാല ബിസിനസ് യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ പിന്നീട് കഠിനമായ പുനഃസംഘടനാ തീരുമാനങ്ങൾക്ക് വിധേയമായേക്കാം എന്നാണ് ഗൂഗിളിന്റെയും മെറ്റയുടെയും പോലെയുള്ള വൻ കൂട്ട പിരിച്ചുവിടലുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാറ്റങ്ങളെ നമുക്ക് അംഗീകരിക്കാതിരിക്കാനാവില്ല. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. അത്തരം മാറ്റങ്ങളാണ് ലോകത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആവി എഞ്ചിൻ വന്നപ്പോൾ കുതിരവണ്ടിക്കാർക്കും ട്രാക്ടർ വന്നപ്പോൾ കാളകളെ കൊണ്ട് നിലം ഉഴുതുന്നവർക്കും ജോലി നഷ്ടപ്പെട്ടുവെന്നത് വാസ്തവമാണ്. പക്ഷേ ഇപ്പോഴും കുതിരവണ്ടിയിലും കാള കൊണ്ട് നിലം ഉഴുത്തിലുമാണ് കാര്യങ്ങൾ നിലനിന്നിരുന്നെങ്കിൽ ലോകത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? അപ്പോൾ മാറ്റങ്ങളും വികസനങ്ങളും സാങ്കേതിക വിദ്യകളും അനിവാര്യമാണ്. ആ അനിവാര്യത മനസ്സിലാക്കി കാലത്തിന് അനുസരിച്ച് ചരിക്കുമ്പോഴാണ് വ്യക്തിപരമായും സാമൂഹ്യപരമായും പുരോഗതി കൈവരിക്കാനാവും. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ അടയാളപ്പെടുത്തുന്നതിൽ ഇന്ന് മുഖ്യ പങ്കുവഹിക്കുന്നവയായി കൃത്രിമ ബുദ്ധി അഥവാ AI മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ AI എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. AI എന്നത് മനുഷ്യന്റെ ബുദ്ധിശേഷിയെ അനുകരിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടർ സംവിധാനങ്ങളും സോഫ്റ്റ്വെയറുകളും അടങ്ങിയിരിക്കുന്ന സാങ്കേതിക വിദ്യയാണ്. ഇതനുസരിച്ച് സാധാരണയായി മനുഷ്യൻ ചെയ്യുന്ന ചിന്തിക്കൽ, പഠിക്കൽ, യുക്തിപരമായി തീരുമാനമെടുക്കൽ, പ്രശ്നങ്ങൾ പരിഹരിക്കൽ, ഭാഷ മനസ്സിലാക്കൽ, ചിത്രങ്ങൾ തിരിച്ചറിയൽ തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുവാൻ കമ്പ്യൂട്ടറുകളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് AI. 1986 അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ജോൺ മക്കാർത്തിയാണ് AI എന്ന ആശയം ലോകത്തിന് മുമ്പിൽ ആദ്യമായി അവതരിപ്പിച്ചത്. അതിനുശേഷം ഈ സാങ്കേതിക വിദ്യ വിവിധ കാലങ്ങളിലൂടെ രൂപങ്ങളിലൂടെ വളർന്ന് ഇന്ന് നാം കാണുന്ന രീതിയിൽ എത്തിയിരിക്കുകയാണ്. വലിയ തോതിലുള്ള ഡാറ്റകൾ വിശകലനം ചെയ്തും അവയിൽ നിന്ന് പാറ്റേൺ കണ്ടെത്തിയും അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുത്തുമാണ് AI പ്രവർത്തിക്കുന്നത്. AI-യെ 3 തരങ്ങളായിട്ടാണ് ഇന്ന് വിശദീകരിച്ചിരിക്കുന്നത്. നാരോ AI, ജനറൽ AI, സൂപ്പർ AI എന്നിവയാണ് അവ. പ്രത്യേക ജോലി മാത്രം ചെയ്യുവാൻ മാത്രം നിയോഗിക്കപ്പെട്ടിരിക്കുന്നവയാണ് ഇതിൽ ആദ്യത്തേത്. വോയിസ് അസിസ്റ്റന്റുകൾ, മുഖം തിരിച്ചറിയുന്ന സോഫ്റ്റ്വെയറുകൾ, ഭാഷാ വിവർത്തന സംവിധാനങ്ങൾ എന്നിവയെല്ലാം നാരോ AI-യുടെ ഭാഗമാണ്. മനുഷ്യനെ പോലെ വിവിധ മേഖലകളിൽ ചിന്തിക്കുവാനും പഠിക്കുവാനും തീരുമാനമെടുക്കുവാനും കഴിയുന്ന വിധത്തിലുള്ളവയാണ് ജനറൽ AI. എന്നാൽ ഇത്തരമൊരു AI യാഥാർത്ഥ്യമായിട്ടില്ല. അത് ഗവേഷണ ഘട്ടത്തിൽ മാത്രമുള്ള പദ്ധതിയാണ് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. മനുഷ്യബുദ്ധിയേക്കാൾ ഉയർന്ന ബുദ്ധിശേഷിയുള്ളവയാണ് സൂപ്പർ AI-കൾ. നിലവിൽ ഇതും യാഥാർത്ഥ്യമായിട്ടില്ല. ഇതൊക്കെയാണെങ്കിലും ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, ബാങ്കിംഗ്, വ്യവസായം, ഗതാഗതം, ബഹിരാകാശ ഗവേഷണം, സുരക്ഷ, വിനോദം തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ന് AI മേൽക്കൈമ നേടിയിരിക്കുകയാണ്. ലോകത്തിന്റെ പ്രവർത്തന രീതികൾ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ പുതിയൊരു വിപ്ലവം സൃഷ്ടിക്കുവാൻ AI-ക്ക് സാധിച്ചിട്ടുണ്ട്. ആരോഗ്യരംഗം ഉൾപ്പെടെയുള്ള നിരവധിയായ മേഖലകളിൽ AI അടിയന്തര ഘട്ടമായി മാറിയിരിക്കുന്നു. എക്സ്റേ, MRI, CT സ്കാൻ തുടങ്ങിയവ വിശകലനം ചെയ്ത് രോഗങ്ങൾ നേരെ തിരിച്ചറിയുവാൻ AI സഹായിക്കുന്നു. കൂടാതെ പുതിയ മരുന്നുകളുടെ ഗവേഷണത്തിലും വികസനത്തിലും അവ ത്വരിതഗതിയിലാക്കുന്നതിലും AI പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. രോഗനിർണയത്തിലും ചികിത്സയിലും അന്തിമ തീരുമാനം ഡോക്ടർമാരുടേതാണ്. AI-ക്ക് സാധ്യതകൾ ഉണ്ടെങ്കിലും അവയ്ക്ക് പരിമിതി കൂടി ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഇടപെടൽ. കാരണം AI-യെ സഹായ ഉപകരണമായി മാത്രമാണ് ഇവിടെ കണക്കാക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിലും AI സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. പഠന സാമഗ്രികൾ നൽകുവാനും ചോദ്യപേപ്പർ തയ്യാറാക്കുവാനും വിദ്യാർത്ഥികളുടെ പുരോഗതി വിലയിരുത്തുവാനും വ്യക്തിപരമായ പഠന സഹായം നൽകുവാനും AI സഹായകരമാണ്. എന്നാൽ ഇവിടെയും AI-ക്ക് പരിമിതികളുണ്ട്. വിമർശനാത്മകമായി സംസാരിക്കുവാനോ മൂല്യബോധം നൽകുവാനോ സാമൂഹ്യ ഇടപെടലുകൾ അനിവാര്യമാക്കുവാനോ ഇവിടെ AI-ക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ AI പ്രാതിനിധ്യം ഉറപ്പിച്ചാലും മനുഷ്യരുടെ, അധ്യാപകരുടെ പ്രസക്തി കുറയുന്നില്ല. അതുപോലെ ബാങ്കിംഗ്, ധനകാര്യ മേഖലകളിൽ തട്ടിപ്പുകൾ കണ്ടെത്തുന്നതിനും വായ്പ അപേക്ഷകൾ വിലയിരുത്തുന്നതിനും നിക്ഷേപ വിശകലനത്തിനും ഉപഭോക്തൃ സേവനത്തിനും AI വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ AI-യെ മാത്രം ആശ്രയിച്ച് ഒരു ബാങ്കും മുന്നോട്ട് പോകുന്നില്ല. അവിടെയും മനുഷ്യരുടെ പ്രസക്തിക്ക് മങ്ങലേൽക്കുന്നില്ല. ഉൽപാദന യന്ത്രങ്ങളുടെ പ്രവർത്തനം നിരീക്ഷിക്കുവാനും തകരാറുകൾ മുൻകൂട്ടി കണ്ടെത്തുവാനും ഗുണനിലവാരം പരിശോധിക്കുവാനും ഉൽപാദന പ്രക്രിയകൾ കാര്യക്ഷമമാക്കുവാനും വ്യവസായ മേഖലയിലും AI ആവശ്യമുണ്ട്. ഗതാഗത രംഗത്ത് ട്രാഫിക് നിയന്ത്രണം മെച്ചപ്പെടുത്തുവാനും അപകട സാധ്യതകൾ കുറയ്ക്കുവാനും AI സഹായിക്കുന്നുണ്ട്. വാഹനങ്ങളിലെ ഡ്രൈവർ സഹായ സംവിധാനങ്ങൾ, റൂട്ട് ഒപ്റ്റിമൈസേഷൻ, ചരക്ക് ഗതാഗത സംവിധാനം, നിയന്ത്രണം എന്നിവയിലും ഇന്ന് AI ഉപയോഗിക്കുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനത്തിന്റെ സ്വാധീനം പഠിക്കുവാനും വെള്ളപ്പൊക്കം, കാട്ടുതീ, വരൾച്ച തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളുടെ സാധ്യത മുൻകൂട്ടി കണ്ട് പ്രവചിക്കുവാനും പരിസ്ഥിതി സംരക്ഷണത്തിലും AI ഇടം പിടിച്ചിരിക്കുന്നു. സുരക്ഷാ മേഖലയിലും വ്യാപകമായി AI ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. സൈബർ ആക്രമണങ്ങൾ കണ്ടെത്തുക, സംശയാസ്പദമായ ഡിജിറ്റൽ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുക, സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയിലും AI പ്രധാന പങ്ക് വഹിക്കുന്നവയായി മാറിക്കഴിഞ്ഞു.
മാധ്യമ വിനോദ മേഖലകളിലും AI സ്വാധീനം ചെലുത്തി കഴിഞ്ഞു. സിനിമകളിലെ ദൃശ്യങ്ങളിലും സംഗീതത്തിലും ഭാഷാ വിവർത്തനത്തിലും വീഡിയോ എഡിറ്റിംഗിലും എന്നുവേണ്ട പലതരം മേഖലകളിൽ ഇന്ന് AI ഫലപ്രദമായി വിനിയോഗിക്കപ്പെടുന്നുണ്ട്. നിയമരംഗത്തും AI സാന്നിധ്യമുണ്ട്. നിയമരേഖകൾ പരിശോധിക്കുവാനും കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കണ്ടെത്തുവാനും ഗവേഷണം നടത്തുവാനും AI പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും മനുഷ്യനാൽ നിയന്ത്രിക്കപ്പെടുന്ന നിയമ സംവിധാനം ചോദ്യം ചെയ്യപ്പെടുന്നില്ല. ജഡ്ജി എന്ന മനുഷ്യൻ തന്നെയാണ് അന്തിമ വിധി പ്രസ്താവിക്കുന്നത്. അദ്ദേഹത്തിന്റെ നീതിബോധവും മൂല്യബോധവുമാണ് വിധിയിൽ പ്രതിഫലിക്കുന്നത്. ബഹിരാകാശ ഗവേഷണത്തിൽ പോലും AI സാധ്യതകളെ ഉപയോഗിക്കുന്നുണ്ട്. ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള വൻതോതിലുള്ള വിവരങ്ങൾ വിശകലനം ചെയ്യുവാനും ബഹിരാകാശ ദൗത്യങ്ങൾ കൂടുതൽ സുരക്ഷിതവും കാര്യക്ഷമമാക്കുവാനും AI ഇന്ന് ഏറെ സഹായകരമാണ്. ഇനി സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വന്നാലോ? സ്മാർട്ട് ഫോൺ വോയിസ് അസിസ്റ്റന്റുകൾ, ഓൺലൈൻ ഷോപ്പിംഗ് ശുപാർശകൾ, മാപ്പ് സേവനങ്ങൾ എന്നിങ്ങനെ എത്രയോ മേഖലകളിലാണ് AI പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ AI നിരവധിയായ ഉപകാരങ്ങൾ ഇവിടെ പരാമർശിക്കുമ്പോൾ തന്നെ അതുമൂലമുണ്ടാകുന്ന ദോഷങ്ങളിലേക്കും വിരൽ ചൂണ്ടാതിരിക്കാനാവില്ല. കുറ്റകൃത്യങ്ങൾക്കും വ്യാജ വിവര പ്രചാരണങ്ങൾക്കും AI ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ് അതിലൊന്ന്. ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റുകൾ സൃഷ്ടിച്ച് വ്യാജ വിവരണ പ്രചരണങ്ങൾ നടത്തുന്ന AI ഇന്ന് ലോകഗതിയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. സ്വകാര്യത ലംഘനം, വ്യക്തിഗത വിവരങ്ങളുടെ സുരക്ഷ, തൊഴിൽ മേഖലകളിലെ മാറ്റങ്ങൾ, തെറ്റായ തീരുമാനങ്ങൾ, ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യ, തെറ്റായ വിവരങ്ങളുടെ പ്രചാരണം എന്നിവയെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ AI മാറുക പറയും പോലെ അത്ര എളുപ്പമല്ല. AI കുറിച്ചുള്ള പരിമിതിയെ അറിവ് വെച്ചുകൊണ്ട് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം മാത്രമായി അതിനെ കണക്കാക്കുന്നവരുമുണ്ട്. പക്ഷേ അതിനുവേണ്ടിയുള്ള ഭീമമായ സാമ്പത്തിക ചെലവിനെ കുറിച്ച് പലർക്കും വേണ്ടത്ര ധാരണയില്ല. വൻതോതിൽ വൈദ്യുതി ഉപയോഗം ആവശ്യമുള്ള ഒന്നാണ് AI. ലോകമെമ്പാടുമുള്ള വൻ ഡാറ്റ സെന്ററുകളിലാണ് AI പ്രവർത്തിക്കുന്നത്. ആയിരക്കണക്കിന് ശക്തിയേറിയ കമ്പ്യൂട്ടർ പ്രോസസ്സറുകളും അതിവേഗ നെറ്റ്വർക്ക് സംവിധാനങ്ങളും സംഭരണ സംവിധാനങ്ങളും ചേരുമ്പോഴാണ് AI പ്രവർത്തിക്കുന്നത്. ഇവയെല്ലാം പ്രവർത്തിപ്പിക്കുവാനും തണുപ്പിച്ച് സൂക്ഷിക്കുവാനും വലിയ അളവിൽ വൈദ്യുതി ആവശ്യമാണ്. AI ട്രെയിനിങ് എന്ന ഘട്ടം കോടിക്കണക്കിന് അല്ലെങ്കിൽ ശതകോടിക്കണക്കിന് വിവരങ്ങൾ ഉപയോഗിച്ച് ഒരു വലിയ AI മോഡലിനെ പഠിപ്പിക്കുന്ന പ്രക്രിയയാണ്. മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ പരിശീലന ഘട്ടത്തിന് വൻതോതിലുള്ള വൈദ്യുതി ആവശ്യമുണ്ട്. പരിശീലനം പൂർത്തിയായ ശേഷം ഉപയോക്താക്കളുടെ ഓരോ ചോദ്യത്തിനും AI മറുപടി നൽകുമ്പോഴും ഡാറ്റാ സെന്ററുകളിലെ കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾ ദിവസേന AI സേവനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ആവശ്യകത ഗണ്യമായ തോതിലാണ് വർദ്ധിക്കുന്നത്. AI ഡാറ്റാ സെന്ററുകൾ വെറും ഓഫീസ് കെട്ടിടങ്ങളല്ല, മറിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക കമ്പ്യൂട്ടർ കേന്ദ്രങ്ങളാണ്. സെർവറുകൾ പ്രവർത്തിക്കുമ്പോൾ വലിയ തോതിൽ ചൂട് ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ അവയെ തണുപ്പിച്ച് സുരക്ഷിതമായി പ്രവർത്തിപ്പിക്കുവാൻ പ്രത്യേക കൂളിംഗ് സംവിധാനങ്ങളും ആവശ്യമാണ്. AI വളർച്ചയ്ക്കൊപ്പം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നതും നിസ്സാരമായ പ്രവൃത്തിയല്ല. അത് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. AI സ്തുതിക്കുമ്പോഴും ഇകഴ്ത്തുമ്പോഴും അതിന്റെ പിന്നിൽ ഇങ്ങനെയൊരു പ്രശ്നം കൂടി പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്നവർ വളരെ കുറവാണ്. അതുപോലെ വേസ്റ്റ് കൂട്ടുവാനും AI അതിപ്രസരം വഴിയൊരുക്കുന്നുണ്ട്. പഴയ ഫോണുകളിൽ പുതിയ AI ഫീച്ചറുകൾ പ്രവർത്തിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ആളുകൾ പുതിയ ഫോൺ വാങ്ങുകയും അങ്ങനെ പഴയ ഫോണുകൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് വേസ്റ്റ് വർദ്ധിക്കുവാൻ കാരണമാകുന്നുണ്ട്. അതുപോലെ AI സാങ്കേതിക വിദ്യകൾ മൂലം പുതിയ ഫോണുകൾക്ക് വില വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. AI ക്രിയാത്മക വശങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവയ്ക്ക് പിന്നിലുള്ള ഇത്തരം ചില പ്രശ്നങ്ങളും കാണാതെ പോകരുത്. അടുത്തതായി നാം പരിശോധിക്കേണ്ടത് AI മൂലം ജോലി നഷ്ടപ്പെടുമോ എന്ന വിഷയമാണ്. AI ചില തൊഴിലവസരങ്ങളെ ഇല്ലാതാക്കുമെന്നത് വാസ്തവമാണ്. പക്ഷേ എല്ലാ ജോലികളും ഇല്ലാതാകുമെന്ന് ഭയപ്പെടരുത്. ഉദാഹരണത്തിന്, ഒരു കമ്പനിയിൽ കസ്റ്റമർ സപ്പോർട്ട് ജോലി ചെയ്യുന്ന 100 പേരുണ്ട് എന്ന് കരുതുക. AI വന്നതോടെ അവരിൽ 40 പേർ മാത്രം മതിയെന്നാവും. ഫലമോ 60 പേർക്ക് ജോലി നഷ്ടപ്പെടും. അതുപോലെ അടിസ്ഥാന ഡാറ്റ എൻട്രി പോലെയും ലളിതമായ ഉപഭോക്തൃ സേവനങ്ങളും സാധാരണ രേഖകളുടെ തയ്യാറാക്കൽ പോലെയുള്ള ജോലികളുടെ കാര്യത്തിലും തൊഴിൽ നഷ്ടം സംഭവിച്ചേക്കാം. ചില അക്കൗണ്ടിംഗ് ജോലികളും കുറഞ്ഞേക്കാം. AI വേഗത്തിലും കുറഞ്ഞ ചെലവിലും നിർവഹിക്കാൻ കഴിയുന്നു എന്നതുകൊണ്ട് സംഭവിക്കുന്ന തൊഴിൽ നഷ്ടങ്ങളാണ് ഇവയെല്ലാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് ജോലി നഷ്ടമായേക്കാം. മുഴുവൻ ജോലിയുമല്ല, എല്ലാവരുടെയും ജോലിയുമല്ല, നിശ്ചിത ശതമാനം ആളുകളുടെ ജോലി മാത്രം. കമ്പ്യൂട്ടർ വൽക്കരണം വന്നപ്പോൾ അത് അനേകരുടെ ജോലി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് കമ്പ്യൂട്ടറിനെതിരെ സമരം നടത്തിയവരുടെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ജോലികൾ ഏറെ എളുപ്പമാക്കുവാൻ കമ്പ്യൂട്ടറുകൾ ഇന്നേറെ സഹായകരമായി കഴിഞ്ഞിരിക്കുന്നുവെങ്കിലും കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കുവാനും മനുഷ്യൻ വേണമല്ലോ. ഇന്റർനെറ്റ് വന്നതുകൊണ്ട് കത്തുകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിലും പോസ്റ്റ് ഓഫീസുകൾ പ്രവർത്തനരഹിതമായിട്ടില്ല. സോളാർ പാനലുകൾ പലയിടങ്ങളിലും ഇടം പിടിച്ചുവെങ്കിലും ഇലക്ട്രിസിറ്റി ബോർഡ് ഇല്ലാതായിട്ടില്ല. വാഹനങ്ങളുടെയും ചക്രങ്ങളുടെയും കണ്ടുപിടുത്തത്തോടെ മനുഷ്യരുടെ ജോലി ഇല്ലാതായി എന്ന് പരിതപിച്ചവരുമുണ്ട്. പക്ഷേ ഒരു വാഹനവും ഇന്നും സ്വയം നിയന്ത്രിച്ച് ഓടി തുടങ്ങിയിട്ടില്ല. വളയം പിടിക്കുവാനും ബ്രേക്ക് ചവിട്ടുവാനും ഒരു മനുഷ്യന് അതിനാവശ്യമുണ്ട്. ഓട്ടോമാറ്റിക് വാഹനങ്ങളുടെ കണ്ടുപിടുത്തം ഡ്രൈവിംഗ് എളുപ്പമാക്കിയെങ്കിലും ഡ്രൈവർ ഇന്നും അനിവാര്യം തന്നെ.
ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുവാൻ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അതുപോലെ തന്നെയാണ് AI-യുടെ കാര്യം. ഒരു ഭാഗത്ത് നിന്ന് AI തൊഴിൽ നഷ്ടപ്പെടുത്തുമ്പോൾ മറുഭാഗത്ത് AI പല തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. AI എഞ്ചിനീയർമാർ, മെഷീൻ ലേണിംഗ് വിദഗ്ധർ, AI സുരക്ഷാ ഗവേഷകർ, AI ഓഡിറ്റർമാർ, AI പ്രോംപ്റ്റ് ഡിസൈനർമാർ എന്നിങ്ങനെ പോകുന്ന നിരവധിയായ പുതിയ ജോലി സാധ്യതകൾ AI തുറന്നു തരുന്നുണ്ട്. AI വ്യാപകമായിക്കൊണ്ടിരിക്കുമ്പോൾ വിദ്യാർത്ഥികളും യുവാക്കളും അതിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ബിരുദം മാത്രം മതിയെന്ന പഴയ സങ്കല്പങ്ങൾ തിരുത്തി എഴുതണം എന്നതാണ് അതിലൊന്ന്. പുതിയ കഴിവുകൾ തുടർച്ചയായി നേടുക, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ മനസ്സിലാക്കുക, ആശയവിനിമയ ശേഷി വളർത്തുക, പ്രശ്നപരിഹാര ശേഷി വികസിപ്പിക്കുക, ജീവിതകാലം മുഴുവൻ പഠിക്കുവാൻ തയ്യാറാകുക, പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി തുറവി കാണിക്കുക. എങ്കിൽ മാത്രമേ മാറുന്ന കാലത്തിനനുസരിച്ച് ചലിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സ്വയം അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നാം കാലഹരണപ്പെട്ടു പോകും. കൂട്ടത്തോടെയുള്ള പിരിച്ചുവിടലിനെ നാം എങ്ങനെ അഡ്രസ് ചെയ്യണം എന്നതും ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒരാളെ മാത്രമായി പിരിച്ചുവിട്ടാലും 100 പേരെ ഒരുമിച്ച് പിരിച്ചുവിട്ടാലും പിരിച്ചുവിടൽ തന്നെയാണ്. വ്യക്തിപരമായ വലിയ ഷോക്കിന് അത് കാരണമായി തീരുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് പല വ്യക്തികളും ഒന്നിലധികം ലോൺ ബാധ്യത ഉള്ളവരാണ്. വാഹന ലോൺ മുതൽ ഹൗസിംഗ് ലോൺ വരെ നിരവധിയായ ലയബിലിറ്റീസുമായിട്ടാണ് ഒരു സാധാരണക്കാരൻ മുന്നോട്ട് പോകുന്നത്. അതിനു പുറമെ മക്കളുടെ വിദ്യാഭ്യാസം, ആശുപത്രി ചെലവുകൾ, അനുദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ചെലവുകൾ എന്നിവ വേറെയും. ഇവയ്ക്കെല്ലാമുള്ള വഴികൾ ഒറ്റയടിക്ക് അടയുകയാണ് പിരിച്ചുവിടലിലൂടെ സംഭവിക്കുന്നത്. ജീവിതം വഴിമുട്ടുന്നു. ബാങ്ക് ബാലൻസ് ഒന്നും ശേഷിപ്പിക്കാത്തവർക്ക് നാളെ എന്നൊരു ചിന്ത പോലും പേടിപ്പെടുത്തുന്നതായി മാറുന്നു. എങ്ങനെ ജീവിക്കും? ഇത് വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. സമാനമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് മാത്രം മനസ്സിലാവുന്ന പ്രതിസന്ധി. ഇത്തരം പ്രതിസന്ധികളിൽ നിന്ന് പെട്ടെന്ന് പുറത്തു കടക്കുക പറയും പോലെ എളുപ്പമല്ല. ഇന്നലെ വരെ മാന്യമായ ഒരു ജോലി ചെയ്തിട്ട് അതിൽ നിന്ന് ഭിന്നമായ ഒരു തൊഴിൽ മേഖലയിലേക്ക് എത്തിച്ചേരുക എന്നതോ, തന്റെ കഴിവിനും വിദ്യാഭ്യാസത്തിനും വിരുദ്ധമായ ഒരു തൊഴിൽ ചെയ്യുക എന്നതോ, അതുവരെ കിട്ടിക്കൊണ്ടിരുന്ന വരുമാനത്തിൽ നിന്ന് തുച്ഛമായ കുറവായ പ്രതിഫലം കൈപ്പറ്റുന്നതോ ഒക്കെ വ്യക്തിയിൽ ഏൽപ്പിക്കുന്ന മാനസിക ആഘാതം വളരെ വലുതാണ്. ഈ യാഥാർത്ഥ്യങ്ങളെയെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ അവയെ എങ്ങനെ നേരിടുവാൻ കഴിയും എന്നിടത്താണ് ഓരോരുത്തരുടെയും മുൻപിൽ പുതിയ വഴികൾ തെളിയുന്നത്. പ്രതികൂലമായ സാഹചര്യങ്ങളെ നേരിടുവാനും അവരെ അംഗീകരിക്കുവാനും സമയം കൊടുക്കുക. നിരാശ, കോപം, ദുഃഖം, ആശങ്ക എന്നിങ്ങനെയുള്ള സ്വാഭാവികമായ വികാരങ്ങളെ അടിച്ചമർത്താതെ സഹാനുഭൂതിയുള്ള സുഹൃത്തുക്കളോടോ ആത്മാർത്ഥതയുള്ള ബന്ധുക്കളോടോ തുറന്ന് സംസാരിക്കുക. അടിച്ചമർത്തുന്നവയെല്ലാം പൊട്ടിച്ചിതറും. അതുകൊണ്ട് അടിച്ചമർത്തലല്ല, തുറന്നു പറയലാണ് നല്ലത്. ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നതോടെ അവയിൽ നിന്നുള്ള പുറത്തു കടക്കൽ കുറെ കൂടി എളുപ്പമാകുകയും സാഹചര്യങ്ങളെ അംഗീകരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുകയാണ് അടുത്ത ഘട്ടം. നിലവിലുള്ള സമ്പാദ്യം, മാസച്ചെലവുകൾ, തിരിച്ചടക്കേണ്ട വായ്പകൾ എന്നിവയുടെ ഒരു പട്ടിക തയ്യാറാക്കുകയും അത്യാവശ്യ ചെലവുകൾ മാത്രം തുടരുകയും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുകയും ചെയ്യുക. പുതിയ വരുമാനമാർഗം ഉണ്ടാകുന്നതുവരെ സാമ്പത്തിക നിയന്ത്രണം നടപ്പിൽ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. സ്വന്തം കഴിവുകളെ വിലയിരുത്തുകയാണ് അടുത്ത പടി. വർക്ക് എക്സ്പീരിയൻസസ്, താല്പര്യങ്ങൾ, ഇതൊക്കെ പ്രധാനപ്പെട്ടവയാണ്. തൊഴിൽ മേഖലകൾ മാറുന്നതനുസരിച്ച് തൊഴിൽ സാഹചര്യങ്ങൾ വർദ്ധിക്കുന്നുണ്ടെന്നതാണ് വാസ്തവം. പക്ഷേ തൊഴിൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി സെൽഫ് അപ്ഡേഷൻസ് നടത്തുക. ഇന്നലെ ചെയ്തതുപോലെയോ അല്ലെങ്കിൽ ഇന്നലെ നാം പഠിച്ച കാര്യങ്ങൾ കൊണ്ടോ നാളെയും കഴിയാം എന്ന് വിചാരിക്കരുത്. പുതിയ സാങ്കേതിക വിദ്യ പഠിക്കുക. കൃത്രിമ ബുദ്ധി, ഡാറ്റ വിശകലനം, സൈബർ സുരക്ഷ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പ്രോജക്ട് മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ പുതിയ അറിവ് നേടുക. കാലത്തിന്റെ മാറ്റം മനസ്സിലാക്കി പലരും നേരത്തെ തന്നെ ഇത്തരം വഴികളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് എന്ന് പലരുമായുള്ള തുറന്ന സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ വിവേകമതികളായ കന്യകമാരെ ഓർമ്മിപ്പിക്കുന്നവരാണ്. അപ്ഡേഷൻ ഇല്ലാത്തവരാകട്ടെ വിവേകശൂന്യകളായ കന്യകമാരുടെ പ്രതിനിധികളും. പുതിയൊരു ജോലി ലഭിക്കുന്നതുവരെ ഫ്രീലാൻസ് സാധ്യതകൾ അന്വേഷിക്കുക. ബയോഡാറ്റ നവീകരിക്കുക. എല്ലാ ജോലിക്കും ഒരേ ബയോഡാറ്റ അയക്കുന്നതിന് പകരം അപേക്ഷിക്കുന്ന ജോലിക്ക് അനുയോജ്യമായി ചെറിയ മാറ്റങ്ങൾ CV-യിൽ വരുത്തുവാൻ ശ്രമിക്കുക. സുഹൃത്തുക്കളും പരിചയക്കാരും തമ്മിലുള്ള അടുപ്പം കുറയ്ക്കാതിരിക്കുക. മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന തൊഴിൽ മേഖലയിലെ അവസരങ്ങളെ മാത്രം ആശ്രയിക്കാതെ വ്യക്തികളുമായുള്ള അടുപ്പവും സൗഹൃദവും നിലനിർത്തുന്നതിലൂടെ പല ജോലികളും നമുക്ക് ലഭിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. പ്രതീക്ഷ കൈവിടാതിരിക്കുകയും നിരാശഭരിതവുമാകാതിരിക്കുകയുമാണ് മറ്റൊരു പ്രധാന കാര്യം. ചില ജോലി നഷ്ടങ്ങൾ നമുക്ക് ജീവിതത്തിൽ വളരുവാനും സ്വന്തം കാലിൽ നിൽക്കുവാനുമുള്ള അവസരങ്ങളാണ് സൃഷ്ടിക്കുന്നത്. മറ്റുള്ളവരുടെ തണലിൽ നിൽക്കുമ്പോൾ നമുക്ക് ഉയരുവാനും വളർന്ന് പന്തലിക്കുവാനുമുള്ള പരിമിതികൾ ഏറെയുണ്ട്. ഒരു വൻവൃക്ഷത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരു മരവും വളർന്ന് പന്തലിച്ചിട്ടില്ല. സ്വന്തം അസ്തിത്വം നേടലിന്റെയും വളർച്ചയുടെയും ഭാഗമായി തൊഴിൽ നഷ്ടങ്ങളെ കണ്ട് സ്വന്തം ജീവിതം കരിപ്പിടിപ്പിക്കുവാൻ ശ്രമിക്കുക. വെല്ലുവിളികളും പ്രതിസന്ധികളുമാണ് നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും നല്ലതിനെ പുറത്തു കൊണ്ടുവരുന്നത്. നമുക്ക് ആകാവുന്നതിന്റെ അങ്ങേയറ്റം സാധ്യതകൾ നമ്മുടെ ഉള്ളിലുണ്ട്. സേഫ് സോണിൽ കഴിയുമ്പോൾ നാം അത് തിരിച്ചറിയുന്നില്ല. എന്നാൽ പ്രതിസന്ധികൾ സ്വയം രാഗി മൂർച്ചപ്പെടുത്താനുള്ള അവസരം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് കാണുന്ന ഒരാളും ഒരു ജോലി നഷ്ടത്തിന്റെയും പേരിൽ നിരാശയോടെ മുന്നോട്ട് പോകരുത്. പ്രതിസന്ധികൾ ഇല്ലെന്ന് പറയുന്നില്ല, പ്രശ്നങ്ങളൊന്നും അവഗണിക്കുന്നില്ല. പക്ഷെ അതിനെയെല്ലാം അപ്പുറം ഒരു ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഒരു വഴി നിങ്ങൾക്കായി തുറന്നിരിക്കുന്നുണ്ട്. രാത്രിക്ക് പുലരാതിരിക്കാനാവില്ല, ഇരുട്ടിന് വെളിച്ചത്തിൽ മറഞ്ഞിരിക്കാതിരിക്കാനാവില്ല. AI-യുടെ കടന്നുവരവോടെ ജോലിക്കാരെ പിരിച്ചുവിടുന്ന കമ്പനികളോടും ഒരു വാക്ക്:
ആ ജോലിക്കാർ വഴി ഇത്രയും കാലം നിങ്ങളുടെ സ്ഥാപനത്തിന് കിട്ടിയ സേവനവും നന്മകളും വിസ്മരിക്കരുത്. ഹൃദയവും മനസ്സും ആത്മാവും ശരീരവും വികാരങ്ങളും ഉള്ളവരാണ് അവർ. നിങ്ങളെപ്പോലെ തന്നെ കുടുംബവും ബന്ധങ്ങളും ഉള്ളവർ. നിങ്ങളുടെ അത്ര ആഡംബരത്തോടും സുഖ സൗകര്യങ്ങളോടും ജീവിക്കുവാൻ കഴിയില്ലെങ്കിലും മനുഷ്യനടുത്ത് അന്തസ്സോടെ മാന്യമായി ജീവിക്കുവാൻ അവകാശമുള്ളവർ. അവരെയാണ് നിങ്ങൾ മുന്നറിയിപ്പുകളോ നോട്ടീസുകളോ ഇല്ലാതെ പെട്ടെന്നൊരു ദിവസം നടുക്കടലിലേക്ക് പിടിച്ചു തള്ളിയിരിക്കുന്നത്. അത് അവരിൽ ഏൽപ്പിക്കുന്ന ആഘാതവും ശൂന്യതയും വളരെ കനത്തതാണ്. അവരെ മനസ്സിലാക്കുവാനും വികാരങ്ങളെ മാനിക്കാനെങ്കിലും നിങ്ങൾ തയ്യാറാവേണ്ടതുണ്ടായിരുന്നു. ജീവനക്കാരെ പിരിച്ചുവിടുവാൻ എളുപ്പമാണ്, പക്ഷേ അവരെ നിലനിർത്തുവാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്നതും പ്രസക്തമായ ചോദ്യമാണ്. AI-യുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ആവശ്യമായ പരിശീലനം നൽകി അവരെ പുതിയ ചുമതലകളിലേക്ക് വളർത്തുവാനും അങ്ങനെ കമ്പനിക്ക് പ്രയോജനപ്പെടുന്നവരാക്കി മാറ്റുവാനും നിങ്ങളിൽ എത്ര കമ്പനികൾ എത്ര ജോലിക്കാരോട് ശ്രമിച്ചു എന്നതും ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്. AI-യുടെ എല്ലാ സാധ്യതകളെയും അംഗീകരിച്ചുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. AI എത്രയധികം കുതിച്ചു ചാടിയാലും അവിടെയൊന്നും മനുഷ്യന് പകരം വെക്കുവാനായി ഒന്നായി മാറുവാൻ AI-ക്ക് കഴിവില്ല. ത്യാജ്യഗ്രാഹ്യ വിവേചന ശേഷിയുള്ളവനാണ് മനുഷ്യൻ. പക്ഷേ AI-ക്ക് അതില്ല. കരയുന്ന മനുഷ്യനെ കണ്ടാൽ അതിന്റെ കാരണം ചോദിക്കുവാനും കണ്ണീരൊപ്പുവാനും മനുഷ്യനെ കഴിവുള്ളൂ. അപകടത്തിൽ പെട്ടുകിടക്കുന്ന ഒരാളെ സഹായിക്കുവാൻ മറ്റൊരു മനുഷ്യനെ കഴിയൂ. AI-ക്ക് കഴിയില്ല. കേടായ പൈപ്പും വയറിങ്ങും കാരണം കണ്ടെത്തി പരിഹരിച്ചു തരുവാൻ മനുഷ്യനെ പറ്റൂ. AI-ക്ക് അറിയില്ല. മനുഷ്യന്റെ മഹത്വവും കഴിവുകളുമാണ് ഇവിടെ പ്രകടമാകുന്നത്. അതുകൊണ്ട് AI-യെ ആരാധിക്കാതിരിക്കുക, പകരം ബഹുമാനിക്കുക, ഭയക്കാതിരിക്കുക, മറിച്ച് കൂടെ കൂട്ടുക. AI വികസിക്കുമ്പോൾ അതനുസരിച്ച് മനുഷ്യാവകാശങ്ങളും ധാർമ്മിക മൂല്യങ്ങളും സംരക്ഷിക്കപ്പെടുകയും മാനിക്കപ്പെടുകയും ചെയ്യേണ്ടതും അത്യാവശ്യം തന്നെയാണ്. നിത്യജീവിതത്തിൽ ഒരു കാലത്ത് നാം പരമ്പരാഗതമായി ഉപയോഗിച്ചു വന്നിരുന്ന പലതിനും പകരക്കാർ വന്നപ്പോൾ അത് കൂടുതൽ നന്നാവുകയല്ലാതെ അവിടെയൊന്നും മനുഷ്യരുടെ പ്രസക്തി നഷ്ടമായിട്ടില്ല. പകരം മനുഷ്യരുടെ അധ്വാനം കുറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇവിടെ AI-യുടെ കടന്നുവരവോടെ സംഭവിച്ചിരിക്കുന്നതും അതുതന്നെയാണ്. AI ഒരിക്കലും മനുഷ്യന് പകരം വെക്കാവുന്ന ഓപ്ഷനല്ല. മനുഷ്യന്റെ കഴിവുകൾ വികസിപ്പിക്കുവാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുവാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനുമുള്ള ശക്തമായ ഉപകരണമാണ് AI. മനുഷ്യനും AI-യും പരസ്പരം സഹകരിച്ച് കൂടുതൽ മികച്ച ഒരു സമൂഹം സൃഷ്ടിക്കുകയാണ് വേണ്ടത്. ഭാവിയിൽ ഇനിയും AI-യുടെ പങ്ക് വർദ്ധിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. മുമ്പ് പറഞ്ഞതുപോലെയുള്ള AI സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കപ്പെടുന്നതോടെ ഈ മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടം സംഭവിക്കുക തന്നെ ചെയ്യും. അത്തരമൊരു സാഹചര്യത്തിൽ ഈ സാങ്കേതിക വിദ്യയെ മനസ്സിലാക്കുകയും ഉത്തരവാദിത്തോടെ ഉപയോഗിക്കുകയും ചെയ്യുക. AI വേണ്ടെന്ന് വയ്ക്കുകയല്ല, അതിനെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആവശ്യകതയായി കണ്ട് മനസ്സിലാക്കി പ്രയോഗിക്കുകയാണ് വേണ്ടത്. AI-യെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയും ഓരോരുത്തർക്കും വേണ്ട രീതിയിൽ ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് വലിയ കഴിവ്. ആ കഴിവ് ആർജിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. വിജയാശംസകൾ.